ദേശീയ രാഷ്ട്രീയം വല്ലാത്ത രീതിയിൽ ഇളകി മറിയുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ബി.ജെ.പിയുടെ ഏറ്റവും മുതിർന്ന നേതാവും കേന്ദ്രമന്ത്രിസഭയിലെ ഏറ്റവും സീനിയറുമായ നിതിൻ ഗഡ്കരി നടത്തിയ ഒരു പ്രസ്താവനയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, എലക്ഷൻ കഴിഞ്ഞ ഉടനെ പ്രതിപക്ഷത്തുള്ള പ്രധാനപ്പെട്ട പാർട്ടികൾ അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. അപ്പം അവർ പറഞ്ഞു, നിതിൻ ഗഡ്കരിയെ പ്രധാനമന്ത്രിയാക്കുവാൻ വേണ്ടി അവർ തയ്യാറാണ്. ഇനി അടുത്ത പോയിന്റ്, ഈ സംഭവം ഇന്ത്യൻ പ്രധാനമന്ത്രിക്കറിയാം, ബി.ജെ.പിയുടെ സീനിയർ നേതാക്കൾക്കറിയാം. ഇത് ഡൽഹിയിലൊരു ടോക്സ് ആയിരുന്നു, ഇങ്ങനൊരു സംഭവം ഉണ്ടായി. പക്ഷെ പറയേണ്ടി വന്നൊരു സാഹചര്യം എന്താണ്? പെട്ടെന്ന് ഇത് നാഗ്പൂരിൽ പോയിട്ട് ഇങ്ങനൊരു പ്രസ്താവന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൂടെ ഇദ്ദേഹം പറയുന്നു. ഇതിനൊത്തിരി പ്രാധാന്യവും പ്രത്യേകതകളുണ്ട്. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. ഇപ്പോഴത് പറയേണ്ട സാഹചര്യം ഉറപ്പായിട്ടും 5ഓളം സ്റ്റേറ്റുകളിലെ എലക്ഷൻ വരാൻ പോവുകയാണ്. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര, ബീഹാർ, അടുത്ത് തന്നെ ഹരിയാന, ജെ.ആൻഡ്.കെ, ജാർഖണ്ഡ്. ഈ 5ഓളം സ്റ്റേറ്റുകളിൽ നടക്കാൻ പോകുന്ന എലക്ഷനിൽ ഇന്ത്യയിലെ മീഡിയകളെല്ലാം വളരെ കൃത്യമായിട്ട്, നിങ്ങൾക്കറിയാം, വെറുതെ ബി.ജെ.പിയെയും മോദിയെയും സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി മീഡിയയുണ്ട്. അപ്പം അങ്ങനല്ല, പക്ഷെ അൺബയസ്ഡ് ആയിട്ടുള്ള പല മീഡിയയും, അതായത് ബി.ജെ.പിയും മോദിയും ഇൻഡിപെൻഡൻ്റ് രീതി അവരുടെ ആ ഗവൺമെൻറ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന മീഡിയകൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ വരാൻ പോകുന്ന സ്റ്റേറ്റുകളിലെല്ലാം എലക്ഷനിൽ ബി.ജെ.പിക്ക് പ്രതികൂല കാലാവസ്ഥയാണ്. ഇപ്പോൾ ഈ മഹാരാഷ്ട്രയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതായത് മഹാരാഷ്ട്രയിലെ ബി.ജെ.പിയുടെ ഇപ്പോഴുള്ള പല സ്ഥാനാർത്ഥികളെയും മാറ്റണം. അതേപോലെ അജിത് പവാറിൻ്റെയും ഏക്നാഥ് ഷിൻഡെയുടെയും പാർട്ടിയിലുള്ളവർക്ക് പലയിടത്ത് സീറ്റുകൾ കൊടുക്കരുത്. വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ 3ാമത്തെ ടേം ഇപ്പോൾ മുന്നേറുന്നത്. അത് നമുക്ക് വളരെ കാണുവാൻ സാധിക്കുന്നു. ഇപ്പം ഈ പ്രാവശ്യത്തെ എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഗ്ലോബൽ മാഗസിൻ അതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നരേന്ദ്രമോദിക്ക് പലയിടത്തും താളം തെറ്റുന്നു, പലതും നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല. 100 ദിവസം അധികാരത്തിൽ കയറി അതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് സെപ്റ്റംബർ 17 സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ അതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അതിനിടയ്ക്കാണ് ബി.ജെ.പിക്കകത്ത് ഇങ്ങനൊരു സംഭവം കയറി വരുന്നത്. ഒരു കാര്യം കൃത്യമായിട്ട് പറയാം, നിതിൻ ഗഡ്കരി എന്ന് പറയുന്നത് ആർ.എസ്.എസുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധമുള്ള ആളാണ്. അദ്ദേഹം ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ അതിന് വ്യാഖ്യാനങ്ങൾ പലതുമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ ഈ പറയുന്ന അമേരിക്ക തന്നെയാണ് ഇതിൻ്റെ പിറകിലെന്ന് ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ അതിൻ്റെ അടി വന്ന് എന്തൊക്കെയോ വിഡ്ഢിത്തരം പറയുന്നു. ഉറപ്പായിട്ടും അമേരിക്ക തന്നെയാണ് ഇതിൻ്റെ പിറകിൽ. ഈ ഉക്രൈൻ റഷ്യ വാർ തന്നെയാണ് ഇതിൻ്റെ പിറകിൽ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു സന്ദർഭത്തിൽ ഇന്ത്യ ഇങ്ങനൊരു റിസ്ക് എടുക്കാൻ പാടില്ല. അതാണിപ്പോൾ നടക്കാൻ പോകുന്നത്. അതായത് ഈ 5ഓളം സ്റ്റേറ്റുകളിലെ ഇലക്ഷനിൽ ബി.ജെ.പി വ്യക്തമായ രീതിയിൽ പരാജയപ്പെട്ടാൽ ഉറപ്പായിട്ടും അതിൻ്റെ അകത്ത് നേതൃമാറ്റം എന്നൊരു സംഭവം കയറി വരും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചന്ദ്രബാബു നായിഡു പോലും ഈ ബി.ജെ.പിയെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആണ്. അതും അമേരിക്ക ഉണ്ടാക്കിയെടുത്തു. ഇതൊക്കെ ഓരോ കാര്യങ്ങൾ വളരെ ഇൻ അഡ്വാൻസ് ആയിട്ട് പറയുമ്പോൾ നിങ്ങൾ ഈ കേരളത്തിലെ മലയാളത്തിലെ ചില പത്രങ്ങളും ചില ഇന്ത്യൻ നാഷണൽ മാഗസിൻ നോക്കിയാൽ ഞാൻ ഇവരോട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്നവരാണ്. എങ്ങനെയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത് അതിൽ ഉറപ്പായിട്ടും എനിക്കതിൻ്റെ ആശങ്കാകുലനാണ്. കാരണം പെട്ടെന്ന് ഈ മോദിയെ മാറ്റുക എന്നുള്ള സംഭവം ഈ 2-3 മാസത്തിനുള്ളിൽ ഉണ്ടാകാൻ പോവുകയാണ് ബി.ജെ.പിക്കകത്ത്. ഞാൻ നേരത്തെ ഒരു വീഡിയോ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ബി.ജെ.പി അല്ലെങ്കിൽ 2-3 പീസായിട്ടങ്ങ് പോകും. ഉണ്ടാകാൻ നിങ്ങൾക്ക് എങ്ങനെ കളയുവാൻ പറ്റും? കാരണം മഹാരാഷ്ട്ര ഇലക്ഷനെ അതിനെ ബാധിക്കും, ബീഹാർ ഇലക്ഷന് അതിനെ ബാധിക്കും. ഉറപ്പായിട്ടും വരാൻ പോകുന്ന യു.പി അവിടെ പ്രശ്നമാണ്. പലയിടത്തും ബി.ജെ.പിക്കകത്ത്, ബി.ജെ.പി പൊളിറ്റിക്കൽ പാർട്ടിക്കകത്ത് നേരത്തെ മോദി പറയുന്നതായിരുന്നു അവരുടെ അവസാന വാക്ക്. അത് മാറി, പൂർണ്ണമായിട്ടും മാറി.
നിങ്ങൾ മനസ്സിലാക്കേണ്ട 2022 നരേന്ദ്രമോദിക്കെതിരെ ബി ജെ പിയുടെ ഒരു സീനിയർ എം പിയുടെ മകൻ്റെ കൊച്ചുമകൻ്റെ ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ട് മെഹ്റോളിയിൽ ഒരു ഫാം ഹൗസിൽ ഏകദേശം 95 മുതൽ 105ഓളം ബി ജെ പി എം പിമാർ ഒത്തുകൂടി. മോദിക്കെതിരെ, അമിത്ഷായ്ക്കെതിരെ ഒത്തുകൂടി. പിന്നീട് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സംഭവത്തിൻ്റെ പിച്ച് മാറുന്നത്. ഇതിൽ പലർക്കും അതിനകത്ത് ഏകദേശം 60-70% പേർക്ക് 2024 ഇലക്ഷനിൽ സീറ്റ് കൊടുത്തില്ല. ഇവർ മുഴുവനും ആലോചിച്ച് നോക്കുക, ഈ പറയുന്ന എം പിമാർ മുഴുവനും ബി ജെ പിക്കെതിരെ തിരിച്ച് സീറ്റ് കിട്ടിയില്ല, തോൽപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു. അതുകൊണ്ടാണ് യു പിയിൽ ഇതേപോലെ തോറ്റുപോയത്, രാജസ്ഥാനിൽ തോറ്റു, ജാട്ട് ബെൽറ്റിൽ തോറ്റു, മഹാരാഷ്ട്രയിൽ തോറ്റു. ഇത് പറയുമ്പോൾ അല്പമെങ്കിലും മനസ്സിലാക്കുക. ഇത് തുടങ്ങിയത് ഇവിടുന്നാണ്. ഈ യുക്രൈൻ റഷ്യ വാറുമായിട്ട് ബന്ധപ്പെട്ട മോദി ഗവൺമെൻറ്റിൻ്റെ റഷ്യൻ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടും പിന്നീട് ഈ പറയുന്ന പുട്ടിനെ പോയി കെട്ടിപ്പിടിക്കുകയും ചെയ്ത് സംഭവത്തിൻ്റെ പിച്ച് മാറി. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അമേരിക്കയ്ക്ക് സ്വാധീനമുണ്ട്. എന്തിനാണ് ഈ RSSൻ്റെ ബി ജെ പിയുടെ നേതാക്കന്മാർ, പല ബി ജെ പി ഭരിച്ച പല മുൻ മുഖ്യമന്ത്രിമാർ അമേരിക്കയിൽ പോയിട്ട് അവിടെയുള്ള ആളുകൾ എന്തിനു പോയി കാണുന്നത്? എന്ത് റീസൺ എന്തുവാ? എന്ത് കാര്യത്തിന് അവിടെ പോയി കാണുന്നത്? ഇവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ അമേരിക്കയിലാണ്. ഇവർക്കെല്ലാം വെൽ റൂട്ടഡാണ്. പിന്നെ മനസ്സിലാക്കേണ്ട അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, പല ഹിന്ദു സംഘടനകൾ, രാമകൃഷ്ണ മിഷൻ, അത് ഇത് വിശ്വ ഹിന്ദു പരിഷത്ത്, അങ്ങനെ ഒത്തിരി എണ്ണമുണ്ട്. ഇവരുടെയൊക്കെ മെയിൻ നേതാക്കളുമായിട്ട് അമേരിക്കയിലുള്ള ഹിന്ദു സംഘടന വെൽ കണക്റ്റഡ് ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. അവരെ കൊണ്ടൊക്കെ ബി ജെ പിക്ക് അത് പലതും നടത്തുവാൻ സാധിക്കും. ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ല. ഇത് കണ്ടല്ലോ സംഭവത്തിൻ്റെ പിച്ചെങ്ങോട്ട് മാറിയെന്ന്. അത് വരാൻ പോകുന്ന ഇലക്ഷൻ ഇൻ അഡ്വാൻസ്ഡ് ആയിട്ടാണ് നിതിൻ ഗഡ്കരി ഇത് പറഞ്ഞിരിക്കുക. അല്ലെങ്കിൽ ഇപ്പോഴിത് പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇതൊരു പൊട്ടിത്തെറിയിലോട്ട് പോകാൻ പോവുകയാണ്. ഇത് മാറ്റുവാൻ വേണ്ടിയാണ് ഇതിൻ്റെ പ്രധാന വിഷയം ഒറ്റ കാര്യമാണ്, ഉക്രൈൻ റഷ്യ വാർ. ഇനി അടുത്ത പോയിന്റുകൾ നോക്കുക. ബി ജെ പിയുമായിട്ട് സഹകരിച്ച് നിൽക്കുന്ന പല ഹിന്ദു സംഘടനകൾ, RSS മാത്രം മറ്റു പല സംഘടനകളുണ്ട്. ഇപ്പം ഹരിയാനയിൽ ഒരു മുസ്ലിം പയ്യനാണെന്നും പറഞ്ഞുകൊണ്ട് മറ്റൊരു ഹിന്ദു സംഘടനയുടെ ആൾക്കാർ ബീഫിൻ്റെ കാര്യത്തിൽ തല്ലിക്കൊന്നു. നിങ്ങൾ കണ്ടതാണല്ലോ സംഭവം. എന്തുവാണ് അതിൻ്റെ അകത്തുണ്ടായ സംഭവം? ഡെലിബറേറ്റ് ആയിട്ടുണ്ടായ സംഭവമാണ്. ഇതൊക്കെ ഓരോ പിച്ചുകളും ഓരോ ഭാഗത്തും ഇതുണ്ടാകും. അവസാനം മോദിയുടെ പേര് തന്നെ വളരെ മോശമായിട്ടുണ്ടാക്കിയെടുക്കും. അവസാനം നേതൃമാറ്റം എന്ന രീതിയിലോട്ടാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ. ബി ജെ പിയെ മോദിയെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ ഇതിനകത്തൊരു മാറ്റം, പോളിസി മാറ്റങ്ങൾ ഉണ്ടായിട്ട് ഇതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പോംവഴി. ഇന്ത്യ ഇത്രയും മുന്നോട്ട് പോയൊരു രാജ്യം, ഇപ്പം നോക്ക്, GDP പുറകിലോട്ട് പോയി, ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെൻറ്റ് വളരെയധികം കൂടുന്നു, ഈ പറയുന്ന ഗ്രോത്ത് എന്ന് പറഞ്ഞ പിറകിലോട്ട് പോകുന്നു, എല്ലായിടത്തും പ്രശ്നമാവുക. ഇതാണ് ഇന്ത്യ അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞു. ഇത് ഇഷ്യൂ ഇതാണ്. ഈ ഇഷ്യൂവിനെ ഓവർകം സർവൈവ് ചെയ്തില്ല എങ്കിൽ മോദിയുടെയും ബി ജെ പിയുടെ അടുത്ത ഈ മൂന്നാമത്തെ ടൈം കോളമായി പോകാനുള്ള സാധ്യതയാണ് വരാനുള്ള ദിവസങ്ങളിൽ കാണുവാൻ പോകുന്നത്.